കാണുന്നത്. കേരള രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കാൻ തക്ക പേരുകളിലൊന്നായിരുന്നു കെ എം മാണി. കേരളത്തിലെ 10 മന്ത്രിസഭകളിൽ അംഗമായിരുന്ന മാണി 1965 മുതൽ നിയമസഭയിലെ സാന്നിധ്യമാണ്. പ്രസംഗത്തിലൂടെ സഭയെ കയ്യിലെടുത്ത ചരിത്രവും മാണിയുടെ പേരിലുണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് തുടങ്ങി സമാനതകളില്ലാത്ത നേതാവിലേക്കുള്ള വളർച്ച കൂടിയായിരുന്നു മാണിയുടേത്. CH മുഹമ്മദ് കോയ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് പുതിയ കോളേജുകൾ അനുവദിക്കാനുള്ള തീരുമാനത്തെ എതിർത്ത് സംസാരിച്ചതിൽ തുടങ്ങിയതാണ് കെ എം മാണി എന്ന നിയമസഭാ സാമാജികന്റെ വളർച്ച. 1967 2.5 വർഷത്തെ രാഷ്ട്രപതി ഭരണത്തിനു ശേഷം ചേർന്ന നിയമസഭയിലെ മാണിയുടെ പ്രസംഗവും തുടർച്ചയെന്നോണം EMS മന്ത്രിസഭയുടെ പതനവും കേരള രാഷ്ട്രീയത്തിലെ ചാണക്യ പദവിയിലേക്ക് മാണി ഉയർത്തപ്പെട്ടത് ഇവിടെ മുതലായിരുന്നു. അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾക്ക് മുന്നിൽ പലപ്പോഴും മുന്നണികൾക്ക് മുട്ടിടറി. കാർഷിക പ്രശ്നങ്ങളിൽ കക്ഷി രാഷ്ട്രീയം മറന്ന് ഒന്നിച്ചു നിന്നത് പാലാക്കാർക്കിടയിൽ മാണിയെ ഒന്നുകൂടി ജനകീയനാക്കി. MN ഗോവിന്ദൻ നായരെ പിന്തുണച്ച് നിയമസഭയിൽ സംസാരിച്ചത് കോൺഗ്രസുകാരിൽ ആശങ്കയുണ്ടാക്കി. 1976 ആദ്യമായി മന്ത്രിപദത്തിലേക്ക് KG അടിയോടിയിൽ നിന്ന് മാണി ധനമന്ത്രി പദം ഏറ്റെടുത്തു. കേരളം കണ്ട മികച്ച ബജറ്റ് അവതരണമായിരുന്നു 1976-77. കേരളത്തിന്റെ സാമ്പത്തിക ഉള്ളുകളികൾ കണ്ടറിഞ്ഞ മന്ത്രിയായിരുന്നു മാണി. സാമ്പത്തിക വിദഗ്ധർ തയ്യാറാക്കുന്ന കണക്കുകൾ അവതരിപ്പിക്കുകയായിരുന്നില്ല അദ്ദേഹം. സ്വന്തം കൈപ്പടയിൽ തയ്യാറാക്കിയ കണക്കുകളുമായി വരുന്ന മാണിയുടെ ബ്രീഫ് കേസ് കേരള ബജറ്റിന്റെ സിമ്പലായി മാറാൻ അധികകാലം വേണ്ടിവന്നില്ല. പക്ഷേ അധികം താമസിയാതെ ദേശീയ രാഷ്ട്രീയത്തിലെ മാറ്റങ്ങൾ കാരണം ധനമന്ത്രി പദത്തിൽ നിന്ന് അദ്ദേഹത്തിന് മാറേണ്ടി വന്നു. തുടർന്ന് കൈകാര്യം ചെയ്തത് ആഭ്യന്തരം. പിന്നീട് EK നായനാർ മന്ത്രിസഭയിൽ വീണ്ടും ധനമന്ത്രിയായി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിരുന്ന വ്യക്തി, ഏറ്റവും കൂടുതൽ നിയമസഭകളിൽ മന്ത്രിയായ വ്യക്തി, കൂടുതൽ തവണ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്, കൂടുതൽ തവണ ഒരേ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച അംഗം തുടങ്ങി നിരവധി റെക്കോർഡുകളുണ്ട് മാണിയുടെ പേരിൽ. വളരുംതോറും പിളരുകയും പിളരുംതോറും വളരുകയും ചെയ്യുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്നത് മാണിയുടെ പ്രസ്താവനയാണ്. തുടർന്നും ചേർന്നു നിൽക്കലും വിട്ടുപോകലുമൊക്കെ ഉണ്ടായി. കേരള കോൺഗ്രസ് എന്നാൽ ബ്രാക്കറ്റിൽ M എന്നെഴുതിയില്ലെങ്കിലും അത് KM മാണിയുടെ പാർട്ടിയാണെന്ന് തോന്നിപ്പിക്കുന്നിടത്തേക്ക് എത്തിച്ചു എന്നതാണ് മാണിയുടെ വിജയം. ആദ്യമായി അഡീഷണാലിറ്റി എന്ന വാക്കു പ്രയോഗിച്ചത് മാണിയായിരുന്നു. കർഷക തൊഴിലാളി പെൻഷൻ നടപ്പാക്കി. കാർഷിക കടങ്ങൾ എഴുതിത്തള്ളാൻ നടപടി സ്വീകരിച്ചു. തുടങ്ങി നിരവധി പരിഷ്കാരങ്ങൾക്ക് KM മാണി എന്ന ധനമന്ത്രി തുടക്കം കുറിച്ചു. ബാർ കോഴക്കേസ് KM മാണി എന്ന നേതാവിന്റെ മുന്നേറ്റത്തിന് താൽക്കാലിക വിരാമമിട്ടു. ബാർ കോഴക്കേസിൽപ്പെട്ട് മന്ത്രിപദം ഒഴിയേണ്ടി വന്നു. ഇത് കോൺഗ്രസുമായുള്ള കലഹത്തിലേക്ക് വഴി തുറന്നു. UDFുമായി ഇടഞ്ഞ് നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായി മാറി. ഏറെക്കാലം കഴിയും മുൻപേ ചരിത്രത്തിന്റെ ആവർത്തനം പോലെ മാണി UDFിലേക്ക് തന്നെ മടങ്ങിവന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.